നാടാകെ ഓണത്തിരക്കിലാണ്. ഓണക്കാലത്ത് തിരക്കേറുന്ന ഒരു ബോളിക്കടയുണ്ട് അങ്ങ് തിരുവനന്തപുരം പഴവങ്ങാടിയിൽ. ഓണം ആഘോഷിക്കാൻ തിരുവനന്തപുരത്ത് എത്തുന്നവർ അവിടുത്തെ പായസവും ബോളിയും ഒന്ന് രുചിച്ചു നോക്കിയേ മടങ്ങും. തിരുവനന്തപുരം നഗരം ആകെ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. ഈ ഓണ സമയത്ത് തിരക്ക് കൂടുന്ന ഒരു ബോളിക്കടയുണ്ട് തിരുവനന്തപുരത്ത്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ബോളിയും പായസവും കഴിക്കാനായിട്ട് ഇഷ്ടം പോലെ പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ബോളിക്കടയിൽ ചെന്ന് എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ലൈവായിട്ടാണല്ലേ ബോളി ഉണ്ടാക്കുന്നത്? ലൈവായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ബോളി ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അതിനാവശ്യമുള്ള സാധനം കടലപ്പരിപ്പ്, പഞ്ചസാര, മൈദ, പച്ചരി അതിൻ്റെ പൊടിച്ചത്, പിന്നെ നല്ലെണ്ണ, നെയ്യ്, ജാതിക്ക, ഏലക്ക, ഇത്രയാണ് അതിൻ്റെ ആവശ്യം. ഇത്രയാണ് ആവശ്യ സാധനങ്ങൾ. എങ്ങനെയുണ്ട് പായസവും ബോളി? എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടെ നേരത്തെ വരാറുണ്ടോ അതോ ആദ്യമായിട്ടാണോ? ആരെങ്കിലും പറഞ്ഞറിഞ്ഞു വന്നാണോ അതോ? റീൽസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പായസവും ബോളി? നല്ലതാണ്. ഇതുവഴി വരുമ്പോഴത്തേക്കൊക്കെ വരാറുണ്ട്. പാലടയും ബോളിയാണോ എപ്പോഴും ട്രൈ ചെയ്യുന്ന കോമ്പിനേഷൻ? ഇന്ന് പാലടയാണ്, അല്ലെങ്കിൽ പാൽ പായസമാണ് സാധാരണ വേണ്ടത്. അപ്പോൾ ഓരോ ദിവസം വരുമ്പോഴും ഓരോന്ന് മാറ്റി വെറൈറ്റി എല്ലാം നല്ലതാണ്. അപ്പോൾ ഓണമൊക്കെ അടുക്കുവാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. നല്ല ആർക്ക് വേണമെങ്കിലും ഇപ്പം ട്രിവാൻഡ്രത്തെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. എൻ്റെ ഫ്രണ്ട്സ് പുറത്തൊക്കെ ഉള്ള ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒരാളെങ്കിലും കൊണ്ടുവന്ന് കഴിപ്പിച്ചിട്ടേ വിടാറുള്ളൂ. എപ്പോഴും വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഏതാ ട്രൈ ചെയ്യാറ് ബോളിയുടെ കൂടെ പായസം? പാലിൻ്റെ പായസമാണ് കുറച്ചുകൂടെ നല്ലത്. എങ്ങനെയാ ഈ സ്ഥലത്തെ കുറിച്ച് അറിയുന്നത്? എങ്ങനെയാ പണ്ടോട്ടേ അറിയാവുന്നതാണോ? ഞാൻ PSC കോച്ചിങ്ങിന് ഇവിടെ വന്ന ആളാണ്. കോഴിക്കോടാണ് വീട്. അപ്പോൾ ഓണത്തിന് വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓണത്തിന് വീട്ടിലുള്ളവർക്കൊക്കെ ബോളിയാണ് സമ്മാനമായിട്ട് കൊണ്ടുവന്നത്. ഇവിടുത്തെ സ്പെഷ്യലാണോ ബോളി? ഓ ആണ്. ഞാൻ ആക്ച്വലി ഇത് കുടിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ ക്ലാസ്സിലൊരു ഫ്രണ്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് വരാൻ. സംഭവം അടിപൊളിയാണ്. ഈ ഓണ സമയത്ത് പായസവും ബോളിയൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് പഴവങ്ങാടി മഹാബോളിയിലേക്ക് വരാം. ഈ പായസം ഇങ്ങനെ മുഴുവനായിട്ട് ബോളിയിൽ ഇങ്ങനെ കുതിർന്നതിന് ശേഷം കഴിക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ സ്വാദ്. പാലട മാത്രമല്ല, പാൽപ്പായസവും അടപ്രഥമനും എല്ലാം കൂട്ടി നമുക്ക് ഈ ബോളി കഴിക്കാവുന്നതാണ്. അപ്പോൾ പഴവങ്ങാടിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.